തെരഞ്ഞെടുപ്പ് അടുത്തെത്തുമ്പോൾ ആശയ രാഷ്ട്രീയത്തെക്കാൾ കസേര രാഷ്ട്രീയമാണ് കോൺഗ്രസിന്റെ യഥാർത്ഥ മുഖം തുറന്നു കാണിക്കുന്നത്. ജനവിധിയെക്കുറിച്ച് വലിയ പ്രസംഗങ്ങൾ നടത്തുന്ന പാർട്ടി അകത്ത് സീറ്റ് കണക്കുകൂട്ടലിലും ഗ്രൂപ്പ് സമ്മർദ്ദങ്ങളിലും പെട്ട് വിറങ്ങലിക്കുകയാണ്. ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ പോലും സ്വന്തം മുന്നണി കൂട്ടാളികൾക്ക് വിട്ടുനൽകി പിന്നീട് പരാജയത്തിന് കാരണം മറ്റൊരാൾ എന്ന് പറഞ്ഞ് കൈ കഴുകുന്ന പതിവ് വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. മുന്നണി ഐക്യം എന്ന പേരിൽ നടത്തിയ സീറ്റ് കൈമാറ്റങ്ങൾ പലപ്പോഴും കോൺഗ്രസിന്റെ തന്നെ കാല് വെട്ടുന്ന തരത്തിൽ മാറിയിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് പാഠം പഠിക്കാൻ നേതൃത്വം തയ്യാറല്ലെന്നതാണ് പ്രവർത്തകരുടെ അമർഷം. അധികാരം സ്വപ്നം കാണുന്ന കോൺഗ്രസ് ആദ്യം സ്വന്തം വീടിനുള്ളിലെ അനിശ്ചിതത്വവും ഗ്രൂപ്പ് രാഷ്ട്രീയവും അവസാനിപ്പിക്കേണ്ടതില്ലേ എന്ന ചോദ്യമാണ് ഉയരുന്നത്. വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ കേരള കോൺഗ്രസിൽ നിന്നും ഇടുക്കി, കുട്ടനാട്, കോതമംഗലം, ഏറ്റുമാനൂർ സീറ്റുകൾ ഏറ്റെടുക്കണമെന്ന നിലപാട് വിട്ടുവീഴ്ച വേണ്ടെന്നാണ് കോൺഗ്രസിലെ പൊതുവികാരം. കേരള കോൺഗ്രസിന് 4 മുതൽ പരമാവധി 6 സീറ്റുകൾ വരെ മാത്രമേ നൽകാൻ കഴിയൂ എന്ന നിലപാട് വിട്ടുവീഴ്ച വേണ്ടെന്നാണ് നേതൃതലത്തിലെ ധാരണ. കഴിഞ്ഞ തവണ കോൺഗ്രസിന് വിജയിക്കാൻ കഴിയുമായിരുന്നിട്ടും ജോസഫ് വിഭാഗത്തിന് വിട്ടു നൽകിയത് മൂലം മാത്രം പരാജയപ്പെട്ട ഇടുക്കി, കുട്ടനാട്, കോതമംഗലം, ഏറ്റുമാനൂർ സീറ്റുകളുടെ കാര്യത്തിൽ ഒരു തരത്തിലും വിട്ടുവീഴ്ച പാടില്ലെന്നാണ് മുതിർന്ന നേതാക്കൾ UDF നേതൃത്വത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശം. അതേസമയം സീറ്റുകൾ വിട്ടുനൽകുന്ന കാര്യത്തിൽ PJ ജോസഫ് കടുംപിടുത്തം തുടരുന്നതും മുന്നണിയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. PJ ജോസഫ് അനാവശ്യ പിടിവാശി തുടർന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുതൽ PV അൻവറിനെ കൈകാര്യം ചെയ്ത അതേ ശൈലിയിൽ ജോസഫ് വിഭാഗത്തെ കൈകാര്യം ചെയ്യാനാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് എന്നിവർക്കുള്ള നിർദ്ദേശം. ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഓരോ സീറ്റും നിർണായകമായിരിക്കെ കോൺഗ്രസ് മത്സരിച്ചാൽ ഉറപ്പായും ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ ജോസഫ് ഗ്രൂപ്പിന് വിട്ടു നൽകി ഒടുവിൽ സ്ഥാനാർത്ഥിയായി ലേലം വിളി നടത്തുന്ന സാഹചര്യം സൃഷ്ടിക്കരുതെന്നാണ് കോൺഗ്രസിലെ ധാരണ. മുന്നണിയിൽ സീറ്റ് വിഭജനം പൂർത്തിയാകുന്നതിന് മുൻപേ കുട്ടനാട് മണ്ഡലത്തിൽ മാനേജ്മെന്റിന്റെ പേയ്മെന്റ് സീറ്റ് വിവാദം ഉയർന്നത് ഉൾപ്പെടെ മുന്നണിയെ ആകെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഇടുക്കി, കുട്ടനാട്, ഏറ്റുമാനൂർ, കോതമംഗലം സീറ്റുകൾക്ക് പുറമെ ഇരിങ്ങാലക്കുട, തിരുവല്ല സീറ്റുകളും കോൺഗ്രസ് ഏറ്റെടുത്താൽ വിജയിക്കുമെന്ന് ഉറപ്പുള്ളവയാണ്. ഫലത്തിൽ കോൺഗ്രസിന് ജയസാധ്യതയുള്ള സീറ്റുകൾ ചോദിച്ചു വാങ്ങി ഇവിടേക്ക് മത്സരിക്കാൻ സ്ഥാനാർത്ഥികളെ ലേലം വിളിച്ചു കണ്ടെത്തി മത്സരിപ്പിച്ച് ആ സീറ്റുകൾ നഷ്ടപ്പെടുത്തുന്നതാണ് കേരള കോൺഗ്രസിന്റെ പതിവ് രീതി. ഇതിൽ കുട്ടനാട് സീറ്റ് ലേലം പിടിച്ച് മുതലാളി തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമായി രംഗത്തിറങ്ങിക്കഴിഞ്ഞു. കടുത്തുരുത്തി, തൊടുപുഴ ഒഴികെയുള്ള മണ്ഡലങ്ങളിൽ കേരള കോൺഗ്രസിന് ജയസാധ്യതയുള്ളതായി കോൺഗ്രസ് കരുതുന്നില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിച്ചാൽ വിജയിക്കാൻ കഴിയുന്ന മറ്റുള്ള സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന PJ ജോസഫിന്റെ സമ്മർദ്ദ തന്ത്രങ്ങളെ അവഗണിക്കാനാണ് ക്രൈസ്തവ സഭാ നേതൃത്വങ്ങൾ പോലും കോൺഗ്രസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അല്ലാത്തപക്ഷം UDFന് 6 സീറ്റുകൾ വരെ നഷ്ടപ്പെടാമെന്നും ഇത് ഭരണം കിട്ടാനുള്ള സാധ്യതയെ പ്രതികൂലമായി ബാധിക്കുമെന്നും കോൺഗ്രസ് കരുതുന്നുണ്ട്. അതേസമയം കോൺഗ്രസിന്റെ സഹായത്തോടെ ഇവിടങ്ങളിൽ MLA മാരെ വിജയിപ്പിച്ചെടുത്ത് ആ എണ്ണങ്ങൾ ചൂണ്ടിക്കാട്ടി മന്ത്രിസഭാ രൂപീകരണ ഘട്ടത്തിൽ കോൺഗ്രസിനോട് വിലപേശലാണ് PJ ജോസഫിന്റെ തന്ത്രം.